ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. നിങ്ങൾ തനിച്ചല്ല, ഇറാഖിലെ യുവാക്കൾക്ക് പ്രത്യാശയുടെ സന്ദേശവുമായി ലിയോ 14 പാപ്പ. തകർന്ന ലോകത്ത് ക്രിസ്തുവിന്റെ പ്രകാശവും പ്രത്യാശയുമേകാൻ ഇറാഖിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. അങ്കാവയിൽ ഒത്തുകൂടിയ ഇറാഖി ക്രൈസ്തവ യുവാക്കളോടാണ് യുദ്ധവും അസ്ഥിരതയും തകർത്ത മണ്ണിൽ സമാധാനത്തിന്റെ ശില്പികളാകുവാനും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മിഷണറിമാരാകുവാനും ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തത്. Dear young friends, it is a pleasure for me to greet all of you who are participating in the Ankawa youth meeting in the Archieparchy of Erbil. You have come from different parts of Iraq to gather in an atmosphere of faith and communion. And I pray that it will be an opportunity for all of you to grow in friendship with Jesus and with one another. Youth is a time of life marked by a desire to do great things, to make a difference in the world. In this regard, I'm glad to know that the theme chosen for your meeting this year is mission. The Church has a vital mission to serve the world by sharing the light of Christ and bringing men and women into communion with God. You share in this mission, and I look to you to help shape the Church and the world in the years to come. As I have said before, young people are not only the future of the Church, but also the present. It is not always easy to be a light in the world. Indeed, at the present time, you are called to radiate this light in a situation that has often been marked by war and instability. എർബിൽ അതിരൂപതയുടെ കീഴിലുള്ള അങ്കാവയിൽ ജൂലൈ 8 മുതൽ 11 വരെ നടക്കുന്ന വാർഷിക യുവജന സമ്മേളനത്തിലേക്ക് അയച്ച വീഡിയോ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇറാഖിലെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തത്. മിഷൻ എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. ഇന്നത്തെ സഭയുടെ ജീവിതത്തിൽ യുവാക്കൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ടെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വരും ദിവസങ്ങളിൽ സഭയെയും ലോകത്തെയും രൂപപ്പെടുത്താൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാഖിലെ ക്രൈസ്തവർ നേരിടുന്ന കടുത്ത പ്രതിസന്ധികളെയും യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെയും കുറിച്ച് ബോധവാന്മാരാണെന്ന് വ്യക്തമാക്കിയ മാർപ്പാപ്പ ഇത്തരം സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നത് എളുപ്പമല്ല എന്ന് സമ്മതിച്ചു. എങ്കിലും പ്രത്യാശ കൈവിടരുതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭയപ്പെടേണ്ട, ഈ ദൗത്യത്തിൽ നിങ്ങൾ തനിച്ചല്ല. ഞാനും സഭയും പൂർണ്ണമായും നിങ്ങൾക്കൊപ്പമുണ്ട്. യേശുവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക. വെളിച്ചം എന്ന പ്രതീകത്തെ മുൻനിർത്തി ഒരു ക്രൈസ്തവ ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ വിശദീകരിച്ചു. വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നിവയാണത്. വിശ്വാസം എന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളോടുള്ള ഒരു പ്രതികരണം മാത്രമല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെയും മറ്റുള്ളവരെയും സ്വയം വീക്ഷിക്കുകയും ചെയ്യലാണ്. സ്നേഹത്തിന് ദൗത്യം ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും ക്രിസ്തുവുമായി സ്ഥാപിക്കുന്ന വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ്. സ്നേഹമാകുന്ന ഉറച്ച അടിത്തറയിൽ ജീവിതം പടുത്തുയർത്താൻ അദ്ദേഹം യുവാക്കളോട് ആവശ്യപ്പെട്ടു. സമാധാനത്തിനായി കൊതിക്കുന്ന ഇറാഖ് ഉൾപ്പെടുന്ന മേഖലയിൽ സമാധാനത്തിന്റെ ശില്പികളാകാൻ യുവാക്കൾക്ക് സവിശേഷമായ വിളിയുണ്ട്. ചുറ്റുമുള്ളവരിൽ ശാശ്വതമായ സമാധാനത്തിന്റെ പ്രത്യാശ വളർത്താൻ അവർക്ക് സാധിക്കണം. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്നേഹനിർഭരമായ പദ്ധതിയിൽ ഒരിക്കലും സംശയം വിചാരിക്കരുതെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. Ground your hearts in the solid foundation of God's love for you. Discover the heart of Christ, and do not be afraid to build your lives upon Him. By doing so, not only will you find the fulfillment you long for, you will also be able to share the warmth of God's love and the reconciling power of His grace with those around you. Finally, light is necessary for growth and new life, and is an image of hope. Rooted in charity, you are particularly called to be peacemakers, to unite those around you, and to instill in others the hope of a future marked by lasting peace.
You may not be able to control your situation or the challenges you'll be asked to face, but you can always choose to allow the peace of Christ to rule in your hearts. The virtue of hope inspires us to look towards heaven. This does not mean forgetting about the world, but having the confidence to share with it the peace and life that comes from Christ, whose light illuminates the new Jerusalem. Dear young people, never doubt the goodness of God, and do not be afraid of the plan the Lord has for each of your lives. The prophet Jeremiah also had to face difficult moments, and he bears witness that the Lord's plans are for your welfare and not for harm, to give you a future with hope. Entrusting each of you to the maternal protection and guidance of Mary, Mother of the Church, I pray that during these days of spiritual renewal, you may discover in her the true example of a life fully given over to the grace of God. And may Almighty God bless all of you, the Father and the Son and the Holy Spirit. Amen. ലിയോ 14 പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനം ഔദ്യോഗിക ലോക പുറത്തിറക്കി. ലിയോ 14 പാപ്പ 2026 സെപ്റ്റംബർ 25 മുതൽ 28 വരെ ഫ്രാൻസ് സന്ദർശിക്കാനിരിക്കെ യാത്രയുടെ ലോഗോ പുറത്തിറക്കി ഫ്രഞ്ച് ബിഷപ്പ് കോൺഫറൻസ്. കലയും ആത്മീയതയും ഫ്രഞ്ച് പാരമ്പര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ ആധുനിക ഡിസൈൻ ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പേപ്പൽ സന്ദർശനത്തിന്റെ ആപ്തവാക്യത്തെ ഉൾക്കൊണ്ടാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് ഡിസൈൻ സ്റ്റുഡിയോ ആയ അറ്റ്ലിയർ ആർഗോയുടെ സ്ഥാപകൻ ഗ്ലിഷ്യൻ ഓർഡറങ്കസ് ആണ് ഈ ലോഗോയ്ക്ക് പിന്നിലെ മാന്ത്രികൻ. ഫ്രാൻസിന്റെ അഭിമാനമായ ആർട്ട് ഡീക്കോ ശൈലിയും നോട്ടർഡാം ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് കത്തീഡ്രലുകളിലെ പ്രശസ്തമായ റോസ് വിൻഡോ ഡിസൈനുമാണ് ഇതിന് പ്രചോദനമായത്. ലോഗോയിൽ നിരവധി ആത്മീയ പ്രതീകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫ്രാൻസിന്റെ ദേശീയ പതാകയുടെ നിറങ്ങളായ നീല, വെള്ള, ചുവപ്പ് എന്നിവയ്ക്കൊപ്പം ജീവന്റെ പ്രസരിപ്പുള്ള ഓറഞ്ചും പ്രത്യാശയുടെ പച്ചയും ലോഗോയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു. ലോഗോയ്ക്ക് പുറമെ ഈ സന്ദർശനത്തിനായി മാത്രമായി ഒരു പ്രത്യേക ടൈപ്പോഗ്രഫി ഇതിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ പൂർണ്ണതയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈനുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാരീസ്, ലൂർദ്, മെറ്റേഴ്സ് എന്നീ നഗരങ്ങളിലെ സന്ദർശനത്തിന് മുന്നോടിയായി വിശ്വാസികളിൽ വലിയ ആത്മീയ സന്തോഷം ഉണർത്താൻ ഈ ഡിസൈനിലൂടെ സാധിക്കുമെന്നാണ് ഫ്രഞ്ച് സഭയുടെ പ്രതീക്ഷ. വിശുദ്ധ കുർബാന നവീകരണത്തിന്റെയും ഐക്യത്തിന്റെയും ഉറവിടം. അമേരിക്കൻ സഭയ്ക്ക് ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്ത് നടന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനം സമാപിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് പ്രത്യേക വീഡിയോ സന്ദേശവുമായി ലിയോ 14 പാപ്പ. വിശുദ്ധ കുർബാന രാജ്യത്തിന്റെ നവീകരണത്തിനും ഐക്യത്തിനും എന്നും കാരണമാകട്ടെ എന്നും പാപ്പ ആശംസിച്ചു. Dear brothers and sisters in Christ, I'm happy to greet you at the conclusion of the National Eucharistic Pilgrimage. As you know, pilgrimages are deeply rooted in the Judeo-Christian tradition and are often undertaken to mark significant anniversaries as the community comes together in prayer. In this light, it has been particularly appropriate to commemorate the 250th anniversary of the United States of America with a pilgrimage centered on our Lord. As you walked through many of the 13 original colonies, you have prayed for unity, renewal, and healing for the country under the motto, "One Nation under God." These intentions are also close to my own heart. For this reason, I express sincere gratitude to the United States Conference of Catholic Bishops and all who have contributed to organizing this event, along with everyone who has participated in person or virtually. This nation
united under God, has been imbued with a sense of faith that recognizes God's sovereignty even before its formal establishment. Your pilgrimage began in St. Augustine, Florida, where on September 8th, 1583, the feast of the Nativity of the Blessed Virgin Mary, a Mass of Thanksgiving, was celebrated by Spanish explorers and settlers upon their arrival, followed by a feast shared with the local Seloi tribe. This historical event, accompanied by many others, attests to the strong, though largely unknown, Eucharistic heritage of the United States of America. This heritage, far from being forgotten, must continue to serve as source of both renewal and unity. With the blessing of Almighty God, this heritage has continued to bear fruit by leading new generations of American Catholics to Jesus Christ. സഭയ്ക്ക് സമൂഹത്തെ സുവിശേഷവൽക്കരിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കാനുമുള്ള കരുത്തു പകരുന്നത് ദിവ്യകാരുണ്യമാണെന്ന് ജൂലൈ 5 പുറത്തുവിട്ട സന്ദേശത്തിൽ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ശക്തമായ ദിവ്യകാരുണ്യ പാരമ്പര്യം, അമേരിക്കൻ സഭയുടെ ചരിത്രപരമായ ദിവ്യകാരുണ്യ പാരമ്പര്യത്തെ മാർപ്പാപ്പ തന്റെ സന്ദേശത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. 1583 സെപ്റ്റംബർ 8 ഫ്ലോറിഡയിലെ സെന്റ് അഗസ്റ്റനിൽ സ്പാനിഷ് പര്യവേഷകരും ഗോത്രവർഗക്കാരും ഒത്തുചേർന്ന് നടത്തിയ നന്ദി പ്രകാശന ബലിയിലാണ് ഈ തീർത്ഥാടനത്തിന് തുടക്കമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അമേരിക്കൻ മണ്ണ് അതിന്റെ ഔദ്യോഗിക സ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന വിശ്വാസത്താൽ സമ്പന്നമായിരുന്നു. അധികമാർക്കും അറിയാത്ത ഈ ദിവ്യകാരുണ്യ പാരമ്പര്യം മറന്നുപോകാതെ കാത്തുസൂക്ഷിക്കണം. ഈ തീർത്ഥാടന പാതയ്ക്ക് പേരിടാൻ കാരണമായ പാവപ്പെട്ട കുടിയേറ്റക്കാരെ ശുശ്രൂഷിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനിയുടെ മാതൃകയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിലെ നിശബ്ദ പ്രാർത്ഥനയിലൂടെയാണ് ഇവരൊക്കെയും തങ്ങളുടെ വലിയ സുവിശേഷ പ്രവർത്തനങ്ങൾക്കുള്ള ആത്മീയ ഊർജം കണ്ടെത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതി ഒരൊറ്റ ജനത ദൈവത്തിന് കീഴിൽ എന്ന പ്രമേയവുമായി സംഘടിപ്പിച്ച ഈ തീർത്ഥാടനം രാജ്യത്തിന്റെ ഐക്യത്തിനും രോഗശാന്തിക്കും വേണ്ടിയുള്ളതായിരുന്നു. തീർത്ഥാടകർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ശക്തമായ ഒരു ദിവ്യകാരുണ്യ ജീവിതം കെട്ടിപ്പടുക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. നമ്മുടെ ജന്മനാടിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗീയ ഭവനത്തിലേക്ക് കണ്ണുകൾ ഉറപ്പിക്കാൻ ഈ അനുഭവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാർപ്പാപ്പ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് സമർപ്പിച്ചു. The Eucharist as Christ's saving presence in the community of the faithful and its spiritual food is the most precious possession which the Church can have in her journey through history. As the country marks the anniversary of the founding of its earthly homeland, it is my hope that this experience as pilgrims will also help you to fix your eyes on the Heavenly One, and likewise serve as a reminder that the Eucharist is an invaluable gift, our indispensable sustenance. It is precisely through her recognition and reception of this gift that the Church in the United States will find strength to carry on her charitable service to the wider society, especially in the areas of education, healthcare, and basic social services, while at the same time continuing her mission to evangelize. As this pilgrimage comes to an end, I encourage you to place your lives under God's loving providence as you return to your homes, as well as to cultivate a strong Eucharistic life among your families, friends, and communities. Confident that the Eucharistic pilgrimage will bear abundant fruit in the United States of America, I entrust all of you to the maternal intercession of the Immaculate Virgin Mary. And may Almighty God bless all of you, the Father, and the Son, and the Holy Spirit. Amen. റോമിലെ 200 പാവപ്പെട്ടവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ലിയോ 14 പാപ്പ. റോം രൂപതയിലെ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ 200ഓളം ആളുകളോടൊപ്പം ലിയോ 14 പാപ്പ ശനിയാഴ്ച ഉച്ചഭക്ഷണം കഴിക്കും. കാസിൽ ഗാണ്ടോൾഫോയിലെ പൊന്തിഫിക്കൽ ഗാർഡൻസിൽ സ്ഥിതി ചെയ്യുന്ന ബോർഗോ ലൗദാത്തോസിയിൽ വെച്ചാണ് ഈ വേറിട്ട ഒത്തുചേരൽ നടക്കുന്നത്.
ലഞ്ച് വിത്ത് പോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിക്കുക. തുടർന്ന് അതിഥികൾക്ക് സ്വീകരണവും ലഘുഭക്ഷണവും നൽകും. ബോർഗോ ലൗദാത്തോസി പ്രൊജക്റ്റിലൂടെയുള്ള ഗൈഡഡ് ടൂറിന് ശേഷമായിരിക്കും മാർപ്പാപ്പയോടൊപ്പമുള്ള ഉച്ചഭക്ഷണം. 2025 ഓഗസ്റ്റിൽ ഇറ്റലിയിലെ അൽബാനോ രൂപതയിലെ പാവപ്പെട്ടവർക്കായി മാർപ്പാപ്പ ഒരുക്കിയ ഉച്ചഭക്ഷണത്തോടെയാണ് ഈ കാരുണ്യ സംരംഭത്തിന് തുടക്കമായത്. ഇപ്പോൾ ലൗദാത്തോസി സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇതൊരു വാർഷിക പരിപാടിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ വർഷവും വ്യത്യസ്ത രൂപതകളിൽ നിന്നുള്ള പാവപ്പെട്ടവർ, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ എന്നിവരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയും മാർപ്പാപ്പയെ നേരിൽ കാണാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വർഷം ലൗദാത്തോസി സി സെന്റർ, വത്തിക്കാൻ കാരുണ്യ വിഭാഗം, റോം രൂപത എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സൃഷ്ടിപ്രപഞ്ചത്തിന്റെ സംരക്ഷണവും മനുഷ്യന്റെ സംരക്ഷണവും ഒരേ ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാനാണ് ബോർഗോ ലൗദാത്തോസി രൂപീകരിച്ചതെന്ന് ഇതിന്റെ ഡയറക്ടർ ജനറൽ കർദിനാൾ ഫാബിയോ ബാജിയ വ്യക്തമാക്കി. സമൂഹത്തിന്റെ അരികുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മാർപ്പാപ്പയുടെ ആഗ്രഹത്തിന്റെ തുടർച്ചയാണിത്. സഭ ഏറ്റവും ദുർബലരായ മനുഷ്യരെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുമ്പോൾ അത് സുവിശേഷത്തെ ദൃശ്യമാക്കുകയാണ് ചെയ്യുന്നത്. ആരും ദൈവത്തിന്റെ ഹൃദയത്തിന് പുറത്തല്ല എന്നതിന് ഇത് സാക്ഷിയാകുമെന്ന് ആർച്ച് ബിഷപ്പ് ലൂയിസ് മരിയൻസ് പറഞ്ഞു. ഈ സംരംഭം വിജയകരമാക്കാൻ നിരവധി കത്തോലിക്ക ചാരിറ്റികളും പ്രാദേശിക ബിസിനസ് സ്ഥാപനങ്ങളും ഭക്ഷണവും മറ്റു സഹായങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാസിൽ ഗാൻഡോൾഫോയിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് ലിയോ 14 പാപ്പ. വത്തിക്കാനിലെ പതിവ് ഔദ്യോഗിക തിരക്കുകളിൽ നിന്ന് മാറി തന്റെ ജൂലൈ മാസത്തെ വേനൽക്കാല വിശ്രമത്തിനായി കാസിൽ ഗാൻഡോൾഫോയിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ മാർപ്പാപ്പ എത്തിച്ചേർന്നു. കൊട്ടാരത്തിന്റെ ബാൽക്കണിയിലൂടെ ചത്തുരത്തിൽ ഒത്തുകൂടിയ വിശ്വാസികളെ കണ്ട അദ്ദേഹം തനിക്ക് നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി പറയുകയും പരസ്പരം സഹോദരങ്ങളായി ഒത്തുചേരേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. Buonasera, buonasera Casa Gandolfo. Grazie, sono molto contento di essere qui fra voi, di poter passare le prossime settimane con un po' di riposo, un po' di preghiera, un po' di lettura e speriamo un po' di sport qui a Casa Gandolfo. È sempre un momento importante l'incontro. E allora sono contento che siate tutti qui, grazie per l'accoglienza, grazie per essere fratelli e sorelle. ലാംബേദൂസ സന്ദർശനത്തിനും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ഞായറാഴ്ചത്തെ ത്രികാല ജപ പ്രാർത്ഥനയ്ക്കും ശേഷമാണ് മാർപ്പാപ്പ കാസിൽ ഗാൻഡോൾഫോയിൽ എത്തിയത്. ജൂലൈ 27 തിങ്കളാഴ്ച വരെ അദ്ദേഹം ഇവിടെ തുടരുമെന്ന് പൊന്തിഫിക്കൽ ഹൗസ് പ്രിഫെക്ചർ അറിയിച്ചു. ബാൽക്കണിയിൽ വന്ന മാർപ്പാപ്പയെ വലിയ ഹർഷവ ആരവത്തോടെയാണ് പ്രാദേശിക ജനസമൂഹം വരവേറ്റത്. നിറഞ്ഞ ചിരിയോടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത മാർപ്പാപ്പ തന്റെ വരാനിരിക്കുന്ന ആഴ്ചകളെക്കുറിച്ച് തമാശ രൂപേണ സംസാരിച്ചു. നിങ്ങളുടെ ഇടയിൽ ആയിരിക്കുന്നതിലും വരും ആഴ്ചകൾ ഇവിടെ ചിലവഴിക്കുന്നതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കുറച്ച് വിശ്രമം, കുറച്ച് പ്രാർത്ഥന, കുറച്ച് വായന, പിന്നെ ഇവിടെ കാസിൽ ഗാൻഡോൾഫോയിൽ വെച്ച് കുറച്ച് കായിക വിനോദങ്ങളും ഉണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ ഒത്തുചേരുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട നിമിഷമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തടിച്ചുകൂടിയ ജനക്കൂട്ടം സ്വാഗതമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മാർപ്പാപ്പ അവർക്ക് തൻ്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി. വിശ്രമ കാലയളവിൽ മാർപ്പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചകളും മറ്റ് സ്വകാര്യ പ്രത്യേക കൂടിക്കാഴ്ചകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 5 ബുധനാഴ്ച മുതലായിരിക്കും വത്തിക്കാനിൽ പൊതു കൂടിക്കാഴ്ചകൾ പുനരാരംഭിക്കുക. ജൂലൈ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും കാസിൽ ഗാൻഡോൾഫോയിലെ ചത്തുരത്തിൽ വെച്ചായിരിക്കും മാർപ്പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുക. തന്റെ മുൻ സന്ദർശന വേളയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സെന്റ് തോമസ് ഓഫ് വില്ലനോവ ഇടവക സമൂഹത്തിനും മാർപ്പാപ്പ പ്രത്യേകം ആശംസകൾ നേർന്നു. ദൈവകാരുണ്യത്തിനായുള്ള യാചനയാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക. ലിയോ 14 മാർപ്പാപ്പയുടെ സുപ്രധാന സന്ദേശം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും നാശവും മരണവും വിതയ്ക്കുമ്പോൾ
പരസ്പരമുള്ള പഴിചാരലുകൾക്ക് പകരം ദൈവകാരുണ്യത്തിനായുള്ള വിനയപൂർവമായ യാചനയാണ് ലോകത്തിന് ആവശ്യമെന്ന് ലിയോ 14 പാപ്പ. ശത്രുക്കൾക്ക് നേരെ പോലും കൈകൾ നീട്ടാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യം മാത്രമാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ലോധി രൂപതയിലെ ആർച്ച് ബിഷപ്പിനയച്ച ഔദ്യോഗിക സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഈ സുപ്രധാന ആഹ്വാനം നടത്തിയത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പുവെച്ച കത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ സന്ദേശം കൈമാറിയത്. വിശുദ്ധ കൊളംബാനസിന്റെ ആത്മീയ പൈതൃകവും യൂറോപ്യൻ സംസ്കാരത്തിൽ അതിന്റെ പ്രാധാന്യവും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വർഷങ്ങളായി തുടരുന്ന ഈ കൂട്ടായ്മയെ മാർപ്പാപ്പ അഭിനന്ദിച്ചു. ദൈവത്തിന്റെ ദാനങ്ങൾ സ്വന്തമായി വെക്കാതെ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ ഈ തിരുനാൾ ദിവസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരവുമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ വീണ്ടെടുക്കുവാനും ഇത്തരം സംഗമങ്ങൾ സഹായിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. യഥാർത്ഥ അനുരഞ്ജനത്തിന് ആവശ്യമായ പശ്ചാത്താപ മനോഭാവം വിശുദ്ധ കൊളംബനസിൽ നിന്നും പഠിക്കേണ്ടതാണെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. ഒരു തർക്കം യുദ്ധത്തിലേക്ക് വഴിമാറുകയും അത് വലിയ തോതിൽ മരണവും നാശനഷ്ടങ്ങളും വിതയ്ക്കുകയും ചെയ്യുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനു പകരം കാരുണ്യവാനായ കർത്താവിനോട് നമ്മൾ കരുണയ്ക്കായി യാചിക്കണം. ദൈവത്തിന്റെ കാരുണ്യത്തിന് മാത്രമേ നമ്മുടെ ഹൃദയങ്ങളിൽ മനുഷ്യത്വവും അനുകമ്പയും നിറയ്ക്കുവാനും ശത്രുക്കൾക്ക് പരസ്പരം കൈകോർക്കാനുള്ള മനസ്സ് നൽകുവാനും സാധിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. അടുത്തിടെ ലോധി രൂപതയിൽ മാർപ്പാപ്പ നടത്തിയ അജപാലന സന്ദർശനത്തെക്കുറിച്ചും അവിടെ വെച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ മധ്യസ്ഥരായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനിക്ക് അദ്ദേഹം അർപ്പിച്ച ആദരവിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് വത്തിക്കാനിൽ നിന്നുള്ള കത്ത് അവസാനിക്കുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.